KB ഗണേഷ് കുമാർ, നടൻ, അവതാരകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഗതാഗത മന്ത്രിയും കേരള കോൺഗ്രസ് ബി പാർട്ടിയുടെ ചെയർമാനുമാണ്. ദീപക് ധർമ്മടം, പത്രപ്രവർത്തകൻ, ചലച്ചിത്ര നടൻ, 24 ന്യൂസിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായി സേവനമനുഷ്ഠിക്കുന്നു. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. വേദിയുടെ മുന്നിൽ നിന്ന് എല്ലാവരും മാറി നിന്ന് സദസ്സിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത സെഷൻ ഉടനടി ആരംഭിക്കുന്നതാണ്. വേദിയുടെ മുന്നിൽ നിന്ന് മാറി എല്ലാവരും സദസ്സിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ, പൊതുഗതാഗതം നാം മുന്നേറേണ്ടത് എങ്ങനെ? ഓവർ ടു ദ ടോക്ക്. ചെക്ക് ചെക്ക് ചെക്ക്. KLF-ൻ്റെ 8ാമത് എഡിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ, ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ഗതാഗതം. ഒരു കുട്ടിയുടെ പിറവി മുതൽ മരണം വരെയുള്ള ജീവിതം തന്നെ ഒരു ഗതാഗതമാണ്, ഒരു യാത്രയാണ്. ആ ഗതാഗത സംവിധാനത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കൊപ്പം കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒരുപക്ഷെ കാര്യങ്ങൾ തെളിമയോടെ വെട്ടിത്തുറന്ന് പറയുന്ന അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് KB ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ ചില ബ്രേക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഗണേശേട്ടനുള്ള ചോദ്യം, ഞാൻ രാവിലെ മോർണിംഗ് ഷോ ലൈവ് കഴിഞ്ഞ് ശ്രീകണ്ഠൻ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറ് നിർബന്ധമായും ഗണേഷ് കുമാറിനോട് ചോദിക്കണം എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. ഈ വാളകത്തെ പ്രമുഖമായൊരു തറവാട്ടിൽ ജനിക്കുന്നു. അപ്പൂപ്പൻ മുതൽ ഇങ്ങോട്ട് പൊതുകാര്യ പ്രസക്തനാണ്. അത് കഴിഞ്ഞ് അച്ഛനാവുമ്പോഴേക്കും ഒരു രാഷ്ട്രീയത്തിൽ അവസാനത്തെ വാക്ക് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ശ്രീ R. ബാലകൃഷ്ണപിള്ള. എനിക്കും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൊക്കെ നിരവധി പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ സൗഹൃദം സ്നേഹമൊക്കെ കിട്ടിയ ഒരാളാണ്. ഭരണകർത്താവ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും ഏറ്റവും തലവേദന പിടിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പൊതുഗതാഗത വകുപ്പ്. KSRTC അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ അച്ഛൻ നൽകിയ പാഠങ്ങൾ, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നും പഠിച്ചത് എന്താണ്? നമ്മളെപ്പോഴും പൂർവികരെ സ്മരിച്ചു വേണമല്ലോ തുടങ്ങാൻ. എല്ലാവർക്കും നന്ദി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും. തുടക്കം ദീപക് പറഞ്ഞ പോലെ ഞാനൊരു തുറന്ന് സംസാരിക്കുന്ന ആളാണ്. വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നിങ്ങൾക്കിത് കഴിയുമ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സ് തുറന്ന് എന്തും ചോദിക്കാം. ഞാൻ രാഷ്ട്രീയം, സിനിമ, വ്യക്തിപരം എന്തിനെക്കുറിച്ചും തുറന്നു പറയാൻ മടിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് മനസ്സിൽ കുറിച്ച് വയ്ക്കുക. സ്വാതന്ത്ര്യത്തോടെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു സഹോദരനോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, രാഷ്ട്രീയത്തിൽ ഗതാഗത രംഗത്തല്ല, രാഷ്ട്രീയത്തിൽ പഠിച്ചത്, അച്ഛൻ വകുപ്പിനെ പറ്റിയോ ഭരണത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞു തരില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടുപഠിച്ചത് എൻ്റെ അച്ഛന് തൊഴിലാളികളോടുണ്ടായിരുന്ന സ്നേഹമാണ്. അദ്ദേഹം പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കശുവണ്ടി തൊഴിലാളികളാണ്. അവരുടെ മനസ്സിൽ എൻ്റെ അച്ഛനൊരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ വീട്ടിൽ സ്വന്തം സഹോദരിമാരെ പോലെ, അമ്മമാരെ പോലെ, ഞാൻ കുഞ്ഞായിരിക്കും മുതലേ അവർ എൻ്റെ വീട്ടിൽ എപ്പോഴും വരും പോവുകയും ചെയ്യും. അപ്പോൾ അവരോടുണ്ടായിരുന്ന ഒരു സ്നേഹം, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അവിടെ. ആ ബന്ധമാണ് വലിയൊരു കൂട്ടുകുടുംബമായിരുന്നല്ലേ? അതെ, അതൊരു വലിയ കുടുംബമായിരുന്നു. അവരെല്ലാം വളരെ സ്വാതന്ത്ര്യത്തോടെ എടാ മോനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വലിച്ചെടുക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ തൊഴിലാളി സ്ത്രീകൾ. അപ്പോൾ അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമ്മമാർ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. അവരെ കൂട്ടത്തിൽ വളർന്നത് കൊണ്ട് എനിക്ക് തൊഴിലാളികളോട് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും സാധാരണക്കാരുടെ എവിടെ നിന്ന് എങ്ങനെയാണെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുമായി അടുത്തിടപെടാൻ, അവരുമായി നല്ല സൗഹൃദം വെച്ച് പുലർത്താൻ, അവരുടെ വിഷമങ്ങളിൽ കൂടെ ചേരാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു. അവർക്ക് എൻ്റെ വീടിൻ്റെ കഥ അടക്കില്ലായിരുന്നു. ഫ്രണ്ടിലത്തെ ഡോറ് ഒരിക്കലും രാവിലെ തുറന്നാൽ രാത്രി വരെയും അടയ്ക്കാറുണ്ടായിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറി വരായിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കഥവ് പത്തനാപുരത്തെ വീടിൻ്റെ ഒന്നും അടയ്ക്കാറില്ല, രാത്രി മാത്രമേ അടയ്ക്കാറുള്ളൂ. അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം, ജനങ്ങളുമായി എങ്ങനെ ഇടപെടണം, മനുഷ്യൻ്റെ വിഷമങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് പഠിച്ചത്. ഈ
ഒരുപക്ഷെ നമ്മൾ പറയല്ലോ, നമ്മൾ വന്ന വഴി മറക്കരുത് എന്നുള്ളത്. കെ ബി ഗണേഷ് കുമാർ അത് മറക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതാണ് ഈ മറുപടിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ആദ്യം പോകുന്നത് ഈ ഗതാഗത വകുപ്പിലെ ഏറ്റവും തലവേദന പിടിച്ച ഒരുപാട് ഗതാഗത മന്ത്രിമാരുമായി അടുപ്പമുണ്ടായിരുന്നൊരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ KSRTC ആണ്. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത്, പ്രത്യേകിച്ച് ഞാൻ ധർമ്മടം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. KSRTC വണ്ടി തുലവും കുറവാണ് മലബാറിൽ, തിരുവനന്തപുരത്താണ് കൂടുതൽ. ആനവണ്ടി എന്നാണ് പൊതുവെ നമ്മൾ പണ്ട് പറയുക. ഈ ആനവണ്ടിയാണ് സർക്കാരിൻ്റെ ഖജനാവിലെ വലിയ ഒരു ഭീമമായ സംഖ്യ കൊള്ളയടിക്കുന്നത് എന്ന് പൊതുജനങ്ങളുടെ ഒരു പൊതു അഭിപ്രായമാണ്. KSRTC എന്നും ഒരു വെല്ലുവിളിയാണ്. അങ്ങ് ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഹെഡ്ലൈൻ വാർത്തകൾ KSRTC നിന്ന് കിട്ടുന്നില്ല. ഇതൊരു വസ്തുതയാണ്. ഞങ്ങൾക്ക് വാർത്തയാണല്ലോ വേണ്ടത്. കാരണം KSRTCയിലെ തൊഴിലാളികൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്താണ് ഒരു ഗണേഷ് മാജിക് KSRTCയുടെ കാര്യത്തിൽ? ആകെ KSRTC അങ്ങ് തകർന്നത് കൊണ്ട് ഇത് നന്നാവും എന്ന പ്രതീക്ഷ ആർക്കും ഇല്ല. അതില്ലാത്തത് കൊണ്ട് ആരും എന്നെ ശല്യം ചെയ്യാറില്ല. ഞാൻ എൻ്റെ ശൈലിയിൽ തൊഴിലാളികളുമായി ഒരു നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ തൊഴിലാളികളെ സംബന്ധിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരും, ഇയാളിലൂടെ ഇതിനൊരു പുരോഗതി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുള്ളത് വലിയ അത്ഭുതമാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്നെ കാണുന്നത്, ഒരു ചീഫ് എക്സിക്യൂട്ടീവായി ഞാൻ ഇതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളതാണ്. കാരണം എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജീവനക്കാർക്ക് കിട്ടാതിരുന്ന ശമ്പളം ഒരുമിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു. ഇനി അത് 1-ാം തീയതി കൊടുക്കും. കാരണം 2-3 മാസത്തെ ശമ്പളം ഇങ്ങനെ താളം തെറ്റി പകുതി കാൽഭാഗം ഇങ്ങനെ കിട്ടി പോയിരുന്ന ഒരു കുടുംബം, ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് ഞാൻ അതിനെ എതിർത്തയാളാണ്. കാരണം ഒരാൾക്ക് 15-ാം തീയതി ശമ്പളത്തിൻ്റെ പകുതി കിട്ടിയാൽ അവരുടെ ബാങ്ക് അവരുടെ ലോൺ ആദ്യം പിടിച്ചെഴുതിയാൽ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനോ അവരുടെ മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കോ വീട്ടിലെ ആവശ്യങ്ങൾക്കോ വാടക കൊടുക്കാനോ ഒന്നും പൈസ ഇല്ലാതെ പോകും ബാങ്ക് അക്കൗണ്ടിൽ. പിന്നെ 2ാമത്തെ ഗഡു വരുന്നത് അടുത്ത മാസം 10-ാം തീയതിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ ഈ ഒരു ദുരിതം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവരെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, കുഞ്ഞുങ്ങൾക്ക് ട്യൂഷന് പൈസ കൊടുക്കുന്ന പോലും ഫീസ് കൊടുക്കുന്ന പോലും മുടങ്ങുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റണമെന്ന ലക്ഷ്യത്തോടെ KSRTCയുടെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു എക്കണോമിക്സ് അല്ല, ഞാനൊരു MBA കാരനല്ല, ഒന്നുമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു മുറുക്കാൻകടയിലെ കണക്കാണ്, വരവും ചെലവും നമ്മളൊരു കണക്ക്. മുറുക്കാൻകടയിലെ കണക്കെന്ന് പറയും, ഏറ്റവും ചെറിയ കടയാണ്. ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലൂടെയാണ് അവരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഇനി ഏതാനും മാസങ്ങൾക്ക്, അല്ലെ ഈ സർക്കാർ കാര്യമാണല്ലോ, കുറച്ച് എത്ര തള്ളിയാലും അതിനൊരു സ്പീഡുണ്ട്. അപ്പോൾ ആ സ്പീഡിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഈ മാസമോ 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാനുള്ള ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് ഇവർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം, പറ്റുമെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞ പ്രപ്പോസലിന് എല്ലാ സപ്പോർട്ടും മുഖ്യമന്ത്രി തന്നു. ആ പ്രപ്പോസലിൻ്റെ വിജയമാണ് ഇതൊന്നിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങളേ ഉള്ളൂ, അല്ലെ എക്സ്പേർട്ടൊന്നും അല്ല. ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ KSRTCക്ക് എപ്പോഴും സർക്കാർ, നേരത്തെ തോമസ് ഐസക് ധനമന്ത്രി ആയിരിക്കുമ്പം AK ശശീന്ദ്രൻ ഗതാഗത മന്ത്രി ആയിരിക്കുമ്പം ചോദിക്കുന്ന കാശ് തരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുന്നു, തരുന്നു. സർക്കാർ ഇങ്ങനെ പണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് KSRTCയെ നിലനിർത്താൻ. യഥാർത്ഥത്തിൽ നമ്മളിന്ന് എല്ലാം ഈ എന്താ പറയുക, ഈ ലാഭമുണ്ടാക്കുന്ന സംവിധാനങ്ങളാക്കി സർക്കാർ സംവിധാനത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് ഈ സംവിധാനത്തെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത്തരത്തിൽ പമ്പ് ചെയ്യുന്നത് ദ്രോഹമാണ്. എന്നാൽ ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ്. കാരണം സാധാരണക്കാരന് ഉപയോഗിക്കുന്ന ഒരു പൊതുഗതാഗതം ഒരു സർവീസാണ്. അപ്പോൾ ആ സർവീസിനെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ ഇത്തരം ദീപക് ചോദിച്ചതുപോലെ ഈ സർക്കാർ 8 വർഷത്തിനിടയിൽ ഏതാണ്ട് 1000 കോടി രൂപ, 10,000 കോടി രൂപയാണ്, 10,000 കോടി രൂപയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത് KSRTCക്ക്. ശമ്പളം, പെൻഷൻ ഈ വകയിലാണ്. അപ്പോൾ പെൻഷൻ നമുക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പെൻഷൻ ബാധ്യത വലിയൊരു ബാധ്യതയാണ് KSRTCയെ ഈ നിലയിൽ എത്തിച്ചതിൽ അതിന് വലിയ പങ്കുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും പെൻഷനില്ല. കാരണം ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ രൂപ പെൻഷൻ കൊടുക്കാൻ വേണം എന്നൊരവസ്ഥയിലാണ് KSRTC പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. പിന്നെ ഒരു 10,000-40,000 ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അത് 23,000-ൽ താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടറൈസേഷൻ ഒരു 2-3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതോടുകൂടി ഒരു കമ്പ്യൂട്ടറിന് ഒരു ഉദ്യോഗസ്ഥൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളുടെ എണ്ണം കുറഞ്ഞു കിട്ടും. KSRTCക്ക് ആവശ്യമുള്ളത് ഡ്രൈവറെയും കണ്ടക്ടറെയും മെക്കാനിക്കിനെയാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ ടാലി ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും പരമാവധി ഓടിക്കാൻ പറ്റും. ഈ നഷ്ടം ഞാൻ പറയുന്നില്ല, ഈ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരു വർഷം മുമ്പ് ഞാൻ മന്ത്രിയാകുമ്പോൾ KSRTC ദിവസത്തെ ശരാശരി നഷ്ടം 2 കോടി മുതൽ 1,75 മുതൽ 2 കോടി വരെയാണ്. ഇന്ന് അത് അപ്പോൾ ഒരു മാസം വരുമ്പോൾ ശരാശരി നോക്കിയാൽ എങ്ങനെ പോയാലും ഒരു 60 കോടി രൂപ നഷ്ടം വരുമായിരുന്നു.
ഇന്നത് കുറഞ്ഞു വന്നിട്ട് ശരാശരി അതിൽ നിന്നൊരു 9 കോടി 10 കോടി രൂപ ഒരു മാസം നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നഷ്ടം കുറച്ച് കൊണ്ടുവരാം. ചില ദിവസം ഞാൻ മനസ്സിൽ കാണുന്നത് 9 കോടി രൂപ KSRTC ഒരു ദിവസം നേടണമെന്നാണ്. ഇപ്പം ഏതാണ്ട് 8.5 കോടി 8 കോടി വരെയൊക്കെ വരുന്നുണ്ട്. അത് 9 കോടി കടന്നാൽ എല്ലാ ദിവസവും ഇത് ബ്രേക്ക് ഈവൻ കഴിയും. അത് കൊണ്ടുവരാൻ പറ്റും. കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ട് കൃത്യമായ ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വണ്ടി ഓടിച്ച് ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു പ്രത്യേക സിസ്റ്റത്തിലേക്ക്. ഞാൻ 2001 ഇതിൻ്റെ മന്ത്രിയായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ പർച്ചേസ്, പിന്നെ ഓർഡർ സ്പെയർ പാർട്സ് ഓർഡറിങ് എല്ലാം അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്തു. 2001 അതായത് വിൻഡോസൊക്കെ വന്ന കാലമാണ്. അന്ന് KSRTCയിലെ ജീവനക്കാരെ ഉപയോഗിച്ച് തന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്തൊരു സിസ്റ്റത്തിൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാൻ പോയതുകൂടി ഈ സിസ്റ്റം അങ്ങ് പൊളിച്ചാണ്. ഈ സിസ്റ്റത്തിൽ ആർക്കും ഒരു പൈസ എടുക്കാനൊക്കില്ല, ആർക്കും ഒരു ഫേവറിറ്റിസം ചെയ്യാൻ പറ്റില്ല. ഈ സിസ്റ്റം പറയുന്ന പോലെ സിസ്റ്റം പറയുന്ന പോലെയാണ് പേയ്മെൻറ്റ്. ആരാണോ ആദ്യം സപ്ലൈ ചെയ്ത ആൾ, അയാൾക്ക് ആദ്യം പേയ്മെൻറ്റ് കിട്ടുമായിരുന്നു. ഈ പേയ്മെൻറ്റ് ഇന്ന ആൾക്കാർക്ക് കൊടുക്കൂ എന്ന ഒരു ലിസ്റ്റ് മാത്രമേ കമ്പ്യൂട്ടർ കൊടുക്കൂ. ആ ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ ഉദ്യോഗസ്ഥന് പേയ്മെൻറ്റ് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഈ ഓർഡർ ജാപ്പനീസ് ഇൻവെൻട്രി സിസ്റ്റം പോലെ 3 മാസത്തെ ഇൻവെൻട്രി സിസ്റ്റം ഇപ്പോൾ വീണ്ടും അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 3 മാസത്തേക്കുള്ള ആവശ്യങ്ങൾ, സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാം. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ അടുത്ത പർച്ചേസ്. കാരണം പർച്ചേസിന് ടെൻഡറൊന്നുമില്ല. 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ടെൻഡർ വിളിക്കും. പക്ഷേ പ്രസൻ്റ്ലി ആവശ്യമുള്ള സാധനം മാത്രം സപ്ലൈ ചെയ്താൽ മതി. ആ സപ്ലൈ ചെയ്യുന്ന സാധനത്തിന് പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനൊരു സിസ്റ്റം അന്നുണ്ടാക്കി ആ സിസ്റ്റം പൊളിച്ചാണ്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇനി മന്ത്രി സാറെന്ന് പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതിനെ ഒരു പ്രത്യേക ടോട്ടൽ ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിലാക്കിയിട്ട് പോയാൽ പിന്നെ ആർക്കും ഇത് പൊളിക്കാൻ പറ്റില്ല. അതാണ് ലക്ഷ്യം. എന്നേക്കുമായി ഇതിനെ ഒരു സിസ്റ്റത്തിലാക്കിയിട്ട് പോകണം എന്നുള്ളതാണ്. ആ സിസ്റ്റം അനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും, ഇതിൻ്റെ പ്രോഫിറ്റ് കൂടി വരും. ഇതിൻ്റെ ഷെഡ്യൂളിംഗ് പോലും കമ്പ്യൂട്ടറിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് യാത്രക്കാരുടെ എണ്ണം അറിയിക്കുന്ന ടിക്കറ്റിംഗ് മെഷീനിലെ ഡേറ്റ, ജീവനക്കാരുടെ ഡ്യൂട്ടിയുടെ ഡേറ്റ, അവരുടെ പാറ്റേൺ, ഡ്യൂട്ടി പാറ്റേൺ, പിന്നെ ഈ വണ്ടികൾ വരിയായി പോകും. നമ്മൾ കാണുന്നൊരു കാര്യമാണ്, എല്ലാം അടുത്തടുത്ത്. അപ്പോൾ എല്ലാ വണ്ടിയിലും GPS ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡിജിറ്റലായിട്ട് ഇതിൻ്റെ പൊസിഷനിങ് കണ്ടെത്തി ഈ വരിയായിട്ട് പോകുന്നത് മാറ്റുകയും ആളുകൾക്ക് ടിക്കറ്റിംഗ് മെഷീൻ വഴി ആവശ്യമില്ലാത്ത കളക്ഷൻ കുറയുന്ന സമയത്ത് ബസ്സുകൾ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷെഡ്യൂളിലേക്ക് ഡേറ്റ കൊടുക്കുമ്പോൾ ആ ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയറിലൂടെ മാനുവൽ ഷെഡ്യൂളിംഗ് അങ്ങ് മാറുകയാണ്. ഈ മാനുവൽ ഷെഡ്യൂളിംഗ് മാറി കമ്പ്യൂട്ടറൈസ്ഡ് ഷെഡ്യൂളിംഗ് കൊണ്ടുവന്നതിന് ശേഷം അതിന് ഒരു ദിവസം വലിയ പ്രതിസന്ധി ഉണ്ടാവും. 1 മാസത്തേക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. പക്ഷേ ഒരു ദിവസം ഇതിനെ വേറൊരു ഈ സിസ്റ്റത്തിലേക്ക് അങ്ങ് ചേഞ്ച് ഓവർ ചെയ്യാം. അങ്ങനെ ചേഞ്ച് ഓവർ ചെയ്ത് കഴിയുമ്പോൾ KSRTC നഷ്ടം ഒരു 40-45% ആ ദിവസം മുതൽ കുറയും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് KSRTCയെ ലാഭത്തിലെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ സർക്കാർ എന്നും പണം കൊടുത്തു പോകുന്നത്, കാരണം ഇത് നികുതി കൊടുക്കുന്നവരെ പൈസയാണ്. നമ്മൾ അരി വാങ്ങിക്കുമ്പോഴും ചായ വാങ്ങിക്കാനും കൊടുക്കുന്ന നികുതി ഒരു ദുർവ്യയം ചെയ്യുന്നിടത്ത് കൊണ്ട് കളയാൻ പാടില്ല. ഇതൊരു ആവശ്യ സർവീസാണ്, ഇത് ജനങ്ങൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിന് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അവിടെ സർക്കാർ തന്നോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ ദുർവ്യയം ചെയ്യുന്ന പരിപാടി ഇനി പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ബ്രേക്ക് ഈവൻ, ലാഭമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ബ്രേക്ക് ഈവൻ അടുത്തെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ സർക്കാർ കൊടുക്കുന്ന സഹായം, നികുതി കൊടുക്കുന്നവരെ പണം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഗണേശേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാം. ഈ അങ്ങ് പൊതുവെ ഭയങ്കര ഇന്നോവേഷൻ്റെ ആളാണ്. കോസ്റ്റ്യൂമിൽ അങ്ങയുടെ FB നോക്കിയാൽ എല്ലാം. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഈ സൈബർ ഇടത്തിൽ ഏറ്റവും സ്വീകാര്യതയുള്ള മന്ത്രിമാരിൽ 2 പേരിൽ ഒന്ന് അങ്ങും ഒന്ന് മുഹമ്മദ് റിയാസുമാണ്. ഞാൻ പൊതുവെ ഈ നോക്കാറുണ്ട് യൂട്യൂബിലും നിങ്ങളുടെ FBയിലും ഇൻസ്റ്റയിലൊക്കെ. ഈ ടെക്നോളജിയെ ഈ KSRTCയിലെ ഉദ്യോഗസ്ഥർ, അത് പഴയ പ്രായം ചെന്ന കണ്ടക്ടറും ഡ്രൈവർ മുതലുള്ളവർ, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? അങ്ങ് പൊതുവെ ടെക്നോക്രാറ്റായിട്ട് ഇതിനെല്ലാം നവീകരിക്കാൻ നോക്കുമ്പോൾ അതിനോട് യോജിച്ച് നിൽക്കാൻ ഈ തൊഴിലാളികൾ, ജീവനക്കാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജീവനക്കാർ ഇപ്പോഴും കഴിഞ്ഞ യുഗത്തിലുള്ള പെരുമാറ്റവുമായാണോ നിൽക്കുന്നത് എന്ന് പൊതുവെ പൊതുജനത്തിൽ ഒരു സംശയമുണ്ട്. അതിനോടുള്ള എങ്ങനെയാണ് പ്രതികരിക്കുക? അല്ല, ടെക്നോളജി നമ്മൾ ഇന്ന ടെക്നോളജിയിൽ ടിക്കറ്റിംഗ് മെഷീൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ടെക്നോളജിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് മാറുമ്പോൾ ഈ ടിക്കറ്റ് മെഷീൻ ഇരിക്കുന്ന സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് ടെക്നോളജിയിലേക്ക് മാറുകയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഡേറ്റ കിട്ടുകയും ചെയ്യും. അപ്പോൾ പുതിയൊരു സിസ്റ്റം ഒരു 3 മാസത്തിനുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. 3 മാസത്തിനുള്ളിൽ കേരളം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പുതിയ ടിക്കറ്റിംഗ് മെഷീൻ്റെ സിസ്റ്റംസ് അവരെ പഠിപ്പിക്കുകയാണ്. ഇനി ഇപ്പോൾ പണമില്ല, നമ്മുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ഇത് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കണം. അപ്പം എനിക്ക് തോന്നിയൊരു ബുദ്ധി, എല്ലാ MLA-മാരോടും ഒരു 10 ലക്ഷം രൂപ വെച്ച് ചോദിക്കുക. MLA ഫണ്ട്. അങ്ങനെ എല്ലാ MLA-മാരും ഇപ്പോൾ ഉള്ള സ്ഥലത്തെ എല്ലാ MLA-മാരും 10 ലക്ഷം രൂപ വീതം തന്നു. ഇപ്പോൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ ഓർഡർ ചെയ്യുകയാണ്. ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ടെൻഡർ വിളിക്കുമ്പോൾ ഒരു നിലവാരം കുറഞ്ഞ കമ്പ്യൂട്ടർ വരും. അതുകൊണ്ട് ഞങ്ങൾ ഹൈ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ടെൻഡറാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വരുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും കയറി വന്ന് തല്ലിപ്പൊളി സാധനം തരാൻ പറ്റില്ല. ഹൈ ക്വാളിറ്റി സാധനം, മാർക്കറ്റിൽ കിട്ടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി കമ്പ്യൂട്ടറുകൾ
വാങ്ങാൻ പോവാണ് KSRTC. അപ്പം ഏറ്റവും നല്ല സാധനം, കാരണം ഈ വില കുറഞ്ഞ സാധനം, ഈ സർച്ചേസ് റൂൾ അനുസരിച്ച് ഏറ്റവും വില കുറച്ച് തരുന്ന ആളിനെ തല്ലിപ്പൊളി സാധനം അതിൽ വാങ്ങിക്കണം എന്നാണ്. അത് പറ്റില്ല. അതുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ തന്നെ വരണമെന്ന ലക്ഷ്യത്തോടെയാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു ഓഫീസിലോ വീട്ടിലോ നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു കമ്പ്യൂട്ടർ, അതുപോലെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ കമ്പ്യൂട്ടർ KSRTC വാങ്ങുകയും അത് 3 മാസത്തിനകം കൊണ്ടുവരികയും മുഴുവൻ ലേഡീസ് സ്റ്റാഫുകൾ അടക്കമുള്ള ആളുകളെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാം കമ്പ്യൂട്ടർ വഴിയായിരിക്കും. ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ വാശിയോടെ നിൽക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായൊരു വാശിയാണത്. ഈ സർക്കാർ കാര്യം ചുവപ്പ് നാടയിൽ കുടുങ്ങുന്നു എന്നുള്ളത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് 5 ദിവസം. അപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫയൽ എൻ്റെ ടേബിളിൽ എപ്പോഴും വന്നു. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഫയൽ ഇൻബോക്സിൽ ഒരു ഫയൽ പോലും ബാക്കിയില്ല. ഇതിനൊരു ക്ലാപ്പ് കൊടുക്കേണ്ടതാണ്. കാരണം ഈ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതിലേക്ക് നമുക്ക് എത്രമാത്രം എത്താൻ പറ്റി എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണിത്. അല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് വന്നു കഴിഞ്ഞു. KSRTCയുടെ ചീഫ് ഓഫീസിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഈ 5 ദിവസം പറയുമ്പോൾ 5 ദിവസം കഴിയുന്നതിന് മുമ്പേ പെട്ടെന്ന് തട്ടും. അങ്ങനെ KSRTC CMDയുടെ മുറിയിലേക്ക് ഒരു ദിവസം 200 ഫയലൊക്കെയാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 200 ഒരു ദിവസം തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം വളരെ വേഗത്തിൽ വരാൻ തുടങ്ങി. ഇനി എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള ഫയലുകളും ഇതുപോലെ വളരെ വേഗത്തിൽ 5 ദിവസത്തിനുള്ളിൽ വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് നടപ്പിലാക്കുകയാണ്. 5 ദിവസം. ഇപ്പോൾ ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എൻ്റെ മേശയിൽ 5 ദിവസം വയ്ക്കാം, അടുത്ത ദീപകിനെടുത്ത് ദീപകിന് 5 ദിവസം വയ്ക്കാം, വേറൊരാൾക്ക് എങ്ങനെ പോയാലും ഒരു 10-20 ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ പറ്റൂല. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരിക്കലും മന്ത്രിക്ക് കത്തെഴുതാൻ പാടില്ല. അദ്ദേഹം നേരിട്ട് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞു, 5 ദിവസം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. ജനാധിപത്യത്തിൽ ഒരു മന്ത്രിക്ക് കാര്യമുണ്ട്. അയാളാണ് CEO. അയാൾ പറയണം, ജനങ്ങൾക്ക് വേണ്ടി അയാളാണ് സംസാരിക്കേണ്ടത്. എനിക്ക് ജനങ്ങൾക്ക് 5 ദിവസം ഇത് കൊടുക്കണം, 5, 10, 15 ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. ഇനി എല്ലാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും ടാബ് കൊടുക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ ആ സ്പോട്ടിൽ വെച്ച് പാസ്സായി എന്ന് നെറ്റ് വഴി കൊടുക്കുകയും നിങ്ങൾക്ക് അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ ലൈസൻസ് ഡിജിറ്റലായിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുകയും ചെയ്യുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരും. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പ്, ഞാൻ ഒരു 10-30 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അഴിമതി നടക്കുന്നൊരു വകുപ്പാണ് ഈ ഗതാഗത വകുപ്പ്, മോട്ടോർ ട്രാൻസ്പോർട്ട് വകുപ്പ്. പക്ഷേ ഞാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടി DC നിന്ന് വിളിച്ചതിന് ശേഷം നമ്മളെ ചില പഴയ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരോട് സംസാരിച്ചു. അതിൽ MR അജിത് കുമാർ കുറച്ച് കാലം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ആളാണ്. ADGP MR അജിത് കുമാർ എന്നോട് പറഞ്ഞത്, ഗതാഗത വകുപ്പിന് കേരളത്തിൽ ആപ്റ്റായിട്ട് ഒരു മന്ത്രിയുള്ളൂ. എന്നോട് പറയും ചെയ്തു, നിങ്ങളുടെ കുടുംബ സുഹൃത്തായ AK ശശീന്ദ്രൻ മിനിസ്റ്ററൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയാം, ഗണേഷ് കുമാറാണ്. കാരണം എന്തെന്നാൽ, ഒന്ന് ടെക്നോ സാവി ആയിരിക്കണം, രണ്ടാമത്തെ കാര്യം സീറോ ടോളറൻസ് ടു കറപ്ഷൻ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ഈ ഗണേഷ് കുമാർ മിനിസ്റ്ററുടെ ഒരു പ്രത്യേകത, അദ്ദേഹം MLA ആയിരുന്ന സമയത്തുള്ള ഒരു അനുഭവം കൂടി പറഞ്ഞു. അന്ന് അദ്ദേഹം കൊല്ലം SP ആയിരിക്കുമ്പോൾ ഒരു സംഭവത്തിൻ്റെ പുറകെ അങ്ങ് കൂടും. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എൻ്റെ റിസൾട്ട് എത്തുന്നത് വരെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവസാനം വരെ കൂടുമെന്നുള്ളതാണ്. ഗതാഗത വകുപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കറപ്ഷൻ്റെ കാര്യത്തിൽ അങ്ങ് കുറേ കാര്യങ്ങൾ ഇപ്പം ഓൺലൈനാക്കി, ഇപ്പോഴും കറപ്ഷൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്താണ് അവസ്ഥ? ഒരു മന്ത്രി എന്ന നിലയിൽ കറപ്ഷൻ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാൻ പാടില്ല, അതുകൊണ്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു അഭിപ്രായം, ഈ ഡിലേ ആണ് കറപ്ഷൻ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഫയൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരാൾക്ക് അവസരം കൊടുത്താൽ ആ ഫയൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അയാളെ സ്വാധീനിക്കുക, പണം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഏത് വിധത്തിലായാലും സ്വാധീനിക്കാൻ ഇടയാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ 5 days പ്രോഗ്രാം വെച്ചത്. ഈ 5 days പ്രോഗ്രാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫയലുകൾ മൂവ് ചെയ്ത് വരും. നമ്മൾ ഒരാൾക്ക് ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ പരിശോധന ടെസ്റ്റ് പാസ്സാകുന്ന സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ ടാബിലൂടെ അങ്ങ് റിസൾട്ട് പോവുകയാണ്. പിന്നെ ഡിലേ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു സാധനവും ഹോൾഡ് ചെയ്യാൻ ആർക്കും അവസരം കൊടുക്കാതിരിക്കാം. നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് അയ്യോ കള്ളം കയറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വാതിൽ അടച്ചിട്ടിട്ട് കള്ളം കയറാൻ നോക്കാം. നമുക്ക് വാതിൽ അടച്ചിട്ട് പകുതി കള്ളം കയറില്ല. അതുകൊണ്ട് ഈ വാതിലുകൾ ഇത്തരത്തിലുള്ള കുഴപ്പം കാണിക്കുന്ന കുറേ ആളുകളുണ്ടാകാം. അവരെ അതിനുള്ള കുഴപ്പം കാണിക്കാൻ അവസരം ഉണ്ടാക്കാതെ വാതിലടയ്ക്കണം. അങ്ങനെയാണ് ഈ 5 ദിവസം എന്ന് പറഞ്ഞപ്പോൾ സഹി കെട്ടിട്ട് ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എനിക്ക് നേരിട്ട് കത്തെഴുതുകയാണ്. നമ്മുടെ സർവീസ് റൂൾ അനുസരിച്ച് മന്ത്രിക്ക് നേരിട്ട് കത്തെഴുതാൻ പാടില്ല, പ്രോപ്പർ ചാനലായിരിക്കണം. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എഴുതാം, അദ്ദേഹത്തിന് വേറെ ഗുണമെങ്കിലും. പക്ഷേ എനിക്ക് എത്ര വികാരം കൊണ്ടിട്ടാണ്, എനിക്ക് എത്ര ദേഷ്യം വന്നിട്ടാണ് അയാളുടെ ഒരു കറപ്ഷൻ നിന്ന് പോകുന്നുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട് അയാൾ എനിക്ക് കത്തെഴുതുകയാണ്.
അയാളെ ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു, അത് വേറെ കാര്യം. അത് പക്ഷേ അന്ന് ആലോചിക്കൂ, എത്ര സഹി കെട്ടു. വേറെ ആരാണ് കേൾക്കുന്നത്, മന്ത്രിയാണ്, കുഴപ്പമുണ്ടാക്കേണ്ട, മിണ്ടാതിരിക്കാന്ന് വിചാരിക്കും. ഇത് നേരെ എനിക്ക് എഴുതുകയാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇത് അപകടകരമാണെന്ന് ചിന്തിച്ചു. അതെ അതെ അതെ. ഇതിൽ ഒരു കാര്യം, ഞാൻ ഇപ്പോഴും ഓൺലൈനിൽ ഞാൻ ഇതിനു വേണ്ടി കുറച്ച് പഠിച്ചു, കുറച്ച് ഗതാഗത BT ഞാൻ നേരത്തെ നോക്കിയിരുന്നു. ഓൺലൈനിലാണ് അപേക്ഷ, പക്ഷേ ബാക്ക് എൻഡ് പ്രോസസ്സ് ഇപ്പോഴും മാനുവലാണ്. അപ്പോൾ അവിടെ ഒരു കറപ്ഷൻ്റെ സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്, അതായത് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ടോട്ടൽ ഓൺലൈൻ ആയാൽ, ടോട്ടൽ ഓട്ടോമറ്റൈസ് ചെയ്താൽ ഈ കറപ്ഷൻ ഫ്രീ ആയി മാറും. ചില കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവിടെ ഉണ്ടാവും. ഈ ഡ്രൈവിംഗ് അടക്കം ഇനി കുറച്ച് മാറാൻ പോവാണ്. ഈ ഡ്രൈവിംഗ് മാറിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം ക്യാമറയിൽ പകർത്താനുള്ള സംവിധാനം മുഴുവൻ ഡിജിറ്റലാവും. അപ്പോൾ അതിൽ കാണുന്ന കാര്യം വെച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ റിസൾട്ടും കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ അപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ നമുക്കതിലൊരു പിന്നെ മാനിപ്പുലേഷൻ നടത്താൻ പറ്റില്ല. കാരണം അങ്ങനെ ആകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ അതിൽ സമയമെടുക്കും, അതിലേക്കുള്ള പ്രോസസ്സിലാണ്. എങ്കിലും ഈ പറയുന്ന പോലെ പരമാവധി ഈ മാനുവലായിട്ട് വരുന്ന കാര്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബെന്യാമിനും സുരേഷ് കുമാർ സഖാവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗതാഗത വകുപ്പിൽ ഈ അഴിമതി കുറക്കാനുള്ള ശ്രമം ഇങ്ങനെ നടക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ചുരുക്കം ചിലർ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതും അങ്ങ് പറഞ്ഞു. പൊതുവിൽ അങ്ങ് ഇപ്പോൾ മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ഉള്ള ഒരു ഫീൽ എങ്ങനെയാണ്? ഡിപ്പാർട്ട്മെൻറ്റിലെ കറപ്ഷനെതിരായി ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടോ, അതോ കറപ്ഷൻ നടത്താൻ വേണ്ടിയുള്ള ഫൈറ്റാണോ നടക്കുന്നത്? അല്ല, ചില ആളുകളുണ്ട്, വളരെ വളരെ കുറച്ച് ആളുകൾ. ഒരു KSRTC തന്നെ എടുത്താൽ തൊഴിലാളികളിൽ ഒരു 96% ആളുകളും നല്ലവരാണ്. ഒരു 4% ആളുകൾ കുഴപ്പക്കാരുണ്ട്. അവരാണ് ഈ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതും അരിക്ഷിതമായി വണ്ടി ഓടിക്കുകയും അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. വെറും ഒരു 4%. ഈ 4%മാണ് ഈ ഒരു മുഴുവൻ സാധാരണക്കാരും നല്ലവരുമായിട്ട് തൊഴിലാളികൾ ചീത്തപ്പേരുണ്ടാക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഇതിലും ചില പുഴുക്കുത്തുകളും വിഷവിത്തുകളും ഒക്കെ ഉണ്ട്. അവരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കാര്യമാക്കേണ്ട. അവരവിടെ ഒരു സൈഡിൽ വിശ്രമിക്കും. ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവർ നന്നായി തന്നെ ചെയ്യും. കാരണം അവർക്ക് ശമ്പളം മതി. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം 127 പേരുടെ ലൈസൻസ് ടെസ്റ്റ് ചെയ്യാം. അതെ. അതിൽ 124 പേരെയും അയാൾ വിജയിപ്പിക്കുകയാണ്. അയാളൊരു രാജ്യദ്രോഹിയാണ്. സത്യമല്ലേ? അയാൾ രാജ്യദ്രോഹിയല്ലേ? കാരണം അയാൾ ഈ അറിയാത്ത ആളുകളെ, ഡ്രൈവിംഗ് അറിയാത്ത ആളെ ഈ റോഡിലോട്ട് ഇറക്കി വെച്ച് നമ്മളെ ഇടിച്ചു കൊല്ലാൻ വരുന്ന അയാൾ ഒരു രാജ്യദ്രോഹിയാണ്. അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. കാരണം അത് സ്വീകരിക്കാൻ പറ്റില്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തന്നെ നമ്മൾ അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തന്നെ എൻ്റെ കൂടെ എണ്ണം കുറച്ചല്ലോ. ഇപ്പം എണ്ണം കുറച്ചപ്പോൾ ഒരു ദിവസം 40 ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്ട്രക്ടറും ഒരു MBAയും കൂടി ചെയ്യുന്നത്, AMB MA കൂടെ ചെയ്യുന്നത്. അതിൽ 50% മാത്രമേ ഇപ്പോൾ വിജയ ശതമാനമുള്ളൂ, 50-ൽ താഴെ. അപ്പോൾ എത്രമാത്രം ആളുകളെ വെറുതെ റോഡിൽ ഇറക്കി വിട്ടു എന്ന് ആലോചിക്കും. ഇപ്പോൾ ജയിക്കുന്നത് എല്ലാ RTO ഓഫീസിലും ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മീറ്റിംഗ് വെക്കാറുണ്ട് ഓൺലൈനിൽ. അതിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഡേറ്റ വാങ്ങിക്കാറുണ്ട്. ശരാശരി 48-50% മാത്രമേ വിജയമുള്ളൂ. അതെ അതെ. ഇത് മുഴുവൻ ജയിച്ചു പോയിരുന്നത് ഈ റോഡിലൂടെ പോകുന്ന എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ? ഇന്നത്തെ ദിവസം ദേശീയ വിനോദസഞ്ചാര ദിനമാണ്. ഗതാഗത വകുപ്പും ടൂറിസവും തമ്മിൽ വളരെ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന എന്ന് വേണം നമുക്ക് പറയാം. കാരണം കേരളത്തിൻ്റെ ഒരു പൊതുഗതാഗത സംവിധാനം നമ്മുടെ ടൂറിസ്റ്റുകളെ ആശ്രയിക്കുന്ന കാര്യത്തിൽ, ഇങ്ങോട്ട് ആകർഷിക്കുന്ന കാര്യത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് റോളുണ്ട്. നമ്മുടെ ഗതാഗത സംസ്കാരവും ഗതാഗത സംവിധാനവും ലോകോത്തര നിലവാരത്തിലേക്ക് എത്താൻ ഇനിയും എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ റോഡുകളൊക്കെ നന്നായി വരികയാണ്. പിന്നെ KSRTCയിൽ നമ്മൾ കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യിച്ച ആളാണ് ഞാൻ. സർക്കാർ തിയേറ്ററുകളെ AC ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് കാണിച്ചപ്പോൾ കളക്ഷൻ അവിടെ കൂടി. അപ്പോൾ എല്ലാ സ്വകാര്യ തിയേറ്ററുകളും AC. ഇന്ന് ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ പോയാൽ നമുക്ക് AC ഇല്ലാത്ത തിയേറ്ററുകൾ കാണാം. പക്ഷേ കേരളത്തിൽ AC-യും ഡിജിറ്റൽ സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു തിയേറ്ററും ഇല്ലാതാക്കിയതിൻ്റെ പുറകിൽ 2001-ൽ സിനിമാ മന്ത്രിയായിരുന്ന എനിക്കൊരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 100%. അതുപോലെ കേരളത്തിലെ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റുകളെ ഘട്ടം ഘട്ടമായി റേറ്റ് വർദ്ധിപ്പിക്കാതെ AC ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സാധാരണക്കാരുടെ യാത്ര ഈ ചൂട് കൂടി വരുന്ന ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ അതൊരു ആവശ്യമാണ്. ഞാൻ ഒരു TV പരിപാടിയിൽ ചാനലിലൊരു വാർത്തയിൽ ഞാൻ കണ്ടതാണ്. കാസർഗോഡ് ഒരു പ്രൈവറ്റ് ബസ് ഉടമ AC ഓടിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അവിടെ അയച്ചു. KSRTC എഞ്ചിനീയർമാരെയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെയും അവിടെ അയച്ചു. അവരവിടെ പോയി കണ്ടു, ആ ടെക്നോളജി മനസ്സിലാക്കി. ആ ടെക്നോളജി വിശദമായി നാളെ ഞാൻ കാസർഗോഡ് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഈ വാഹന ഉടമയുമായി സംസാരിക്കുന്നുണ്ട്. ആ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ വണ്ടികൾ KSRTC ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ സൂപ്പർ ഫാസ്റ്റുകൾ, നല്ല കണ്ടീഷനുള്ള വണ്ടികളെടുത്ത് ഈ AC വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു ട്രയൽ ആരംഭിക്കും. അത് പൊതുവായി ഞാൻ പറയാം, ആ ട്രയൽ വിജയിച്ചാൽ ഒരു 10, 60, 70 വണ്ടികൾ ഞാൻ AC ചെയ്യുന്നതുകൂടി സാധാരണക്കാരുടെ യാത്ര ഒരേ ഇന്നത്തെ റേറ്റിൽ തന്നെ വർധനവില്ല, അതേ സൂപ്പർ ഫാസ്റ്റ് റേറ്റിൽ തന്നെ AC-യിൽ യാത്ര ചെയ്യാൻ പറ്റും.
ഗ്രേറ്റ്. നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കെ ബി ഗണേഷ് കുമാർ എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ്, സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അതേ ശൈലിയാണ് അതിൽ പിന്തുടരുന്നത്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് ചില പഠനങ്ങൾ നടത്തി ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകും. നമുക്ക് ഈ KLF-ൻ്റെ വേദിയിൽ നിന്ന് തന്നെ അത് പ്രഖ്യാപിക്കുന്നത് നന്നായിരിക്കും. സാധാരണ യാത്രക്കാർക്ക് വേണ്ടി ഗതാഗത വകുപ്പ് അടിയന്തരമായി പുറത്തിറക്കാൻ പോകുന്ന ആപ്പുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. KSRTC-യിൽ ഞാൻ മന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ മുൻ CMD-യോടെല്ലാം പല ചെറുപ്പക്കാരെ സമീപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പുകളാണ് അവർ. റെയിൽവേയുടെ പിന്നെ മൈ ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ചില ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് വേർ ഈസ് മൈ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞുള്ള ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് KSRTC എന്നൊക്കെ പറഞ്ഞ് കുറേ ചെറുപ്പക്കാർ വന്നു. പക്ഷെ അവരെ നിരാശപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് ടിക്കറ്റിംഗ് മെഷീനും വരികയാണ്. വണ്ടിയുടെ പൊസിഷനിങ് എല്ലാം കാണിക്കുന്ന ഒരു ടിക്കറ്റ് മെഷീൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അത് ചലോ എന്നൊരു കമ്പനിയായിട്ടുള്ളൊരു ആപ്പാണ്. ആ ആപ്പ് ചലോ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ ആപ്പുകളെ തള്ളിക്കളയില്ല. അവർ മുഖാന്തരം ബുക്ക് ചെയ്യാനും, അതായത് അനേകം വിൻഡോസ് കൂടി നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബസ് എവിടെ എത്തി, എപ്പോഴെത്തും, എത്ര സീറ്റ് ഒഴിവുണ്ട്, എനിക്ക് ബുക്ക് ചെയ്യാൻ കഴിയുമോ, ലൈവായിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോഴിക്കോട് എന്ന ബസ്സിന് ഫറൂഖിൽ എത്തുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് ഒരാൾക്ക് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത്തരത്തിൽ ലൈവായിട്ടുള്ള ആപ്പുകൾ, ഒന്നല്ല ഒന്നിലധികം ആപ്പുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തും. സാധാരണക്കാർ നമ്മുടെ ബസ് എവിടെ എത്തി, നമ്മൾ എത്ര നേരം കാത്തിരിക്കണം, മെട്രോയിലൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കത്തക്കതുള്ള ഒരു ആപ്പ് റെഡിയായി വരികയാണ്. അത് ഈ വന്ന ഇത്തരം ചെറുപ്പക്കാർ കൊണ്ടുവന്നു. അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല. അവരെയും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇവരിൽ ഏത് സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് റിസർവ് ചെയ്യാം. ഭാവിയിൽ റെയിൽവേയിൽ ചെയ്യുന്ന പോലെ ഒരു ബസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു സ്നാക്സ് ഓർഡർ ചെയ്തിട്ട് ബസ്സിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനമാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. ഗ്രേറ്റ്. ഒരു ചായയോ ഒരു വടയോ നമുക്ക് പൊതിഞ്ഞ, ചോറും കറിയൊന്നും പറ്റത്തില്ല, ഇഡലിയും ദോശയൊന്നും പറ്റത്തില്ല, മസാല ദോശയൊന്നും പറ്റത്തില്ല, കൊണ്ടുതരാൻ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 20 മിനിറ്റ് മുമ്പേ പറഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ നിങ്ങളിരിക്കുന്ന സീറ്റിൽ അത് പാക്ക് ചെയ്ത് കൊണ്ടുതരാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും. കാരണം കുട്ടികളെയും സ്ത്രീകളെയും കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചതുകൊണ്ടാണ് മലയാള സിനിമ ഇന്ന് 100 കോടി ക്ലബ്ബിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്. ഞാൻ മന്ത്രിയായി വരുമ്പോൾ 2014 60 രൂപയായിരുന്നു ഒരു ടിക്കറ്റെങ്കിൽ ഇന്ന് 500 രൂപ 600 രൂപയുണ്ട്. പക്ഷേ അതിനൊക്കെ സൗകര്യം കൂടി, കിടന്ന് കാണാം സിനിമ. അപ്പോൾ ആ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങളുമായി ഒരു അമ്മയ്ക്ക് ഒരു പുരുഷൻ്റെ സഹായമില്ലാതെ തിയേറ്ററിൽ പോകാം. കാരണം മറ്റേത് അങ്ങനെയല്ല, പുറകിരുന്ന് ചവിട്ടുക, തോണ്ടുക, കുത്തുക, ഒരു പിന്നെ ഒരു കയ്യിൽ വെച്ചിട്ടേ ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും അകത്ത് ക്യാമറ വെച്ചു, നൈറ്റ് വിഷൻ ക്യാമറയുണ്ട്, സേഫാണ്. സ്ത്രീകളും കുട്ടികളും സേഫാണ്. ഇപ്പോൾ ഞാൻ ആദ്യഘട്ടത്തിൽ ചെയ്തത് നല്ല റെസ്റ്റോറൻറ്റുകൾ നോക്കി മാത്രം വണ്ടി നിർത്തുക. സ്ത്രീകൾക്കുള്ള പ്രത്യേക ടോയ്ലറ്റുകൾ, കുഞ്ഞുങ്ങൾക്കും സ്പേഷ്യസ് ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ അക്രഡിറ്റ് ചെയ്യുകയും അവിടെ മാത്രമേ KSRTC വണ്ടികൾ നിർത്തത്തുള്ളൂ. അതിൻ്റെ ഗുണം വെച്ചാൽ നമ്മൾ ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സമയം കളയാനില്ലാത്തത് കൊണ്ട് ഈ പോകുന്ന വഴിയിൽ സ്ത്രീകൾക്ക് 2 ടോയ്ലറ്റെങ്കിലും മിനിമം ക്ലീനായി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥരെ വിട്ട് പരിശോധിപ്പിച്ച്, KSRTC-യുടെ ഹൗസ് കീപ്പിംഗ് ഓഫീസറെ വിട്ട് പരിശോധിപ്പിച്ചിട്ടാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. നല്ല ഫുഡ്, മലയാളിയെ സംബന്ധിച്ച് 5 പൈസ കൂടി പോയാലും നല്ല ഫുഡ് കഴിക്കും, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കഴിക്കും. അത് വളരെ നിർബന്ധമുള്ള, അത് പലർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലായത് കൊണ്ട് അങ്ങനെ തുടങ്ങിയിരിക്കുന്നു. KSRTC-യുടെ മുഴുവൻ ടോയ്ലറ്റുകളും സുലഭിനെ ഏൽപ്പിക്കുകയാണ്. സുലഭ് എന്നൊരു ഏജൻസി ഏൽപ്പിക്കുകയാണ് ഘട്ടം ഘട്ടമായി. ഇപ്പോൾ എല്ലാം പൊളിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കും. ഒരു 2-4-5 മാസത്തിനുള്ളിൽ എല്ലാ ടോയ്ലറ്റുകളും വൃത്തിയാക്കും. KSRTC ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്തിട്ട് ചുവരിലെല്ലാം ടൈൽസ് ഒട്ടിക്കും. കാരണം ഈ പോസ്റ്റർ ഒട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മന്ത്രിയുടെ തല കണ്ടാൽ പോലും വലിച്ചീറി കളയണം എന്ന നിർദ്ദേശം നിർബന്ധമായി കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റേഷൻ ക്ലീൻ ആണ് പരിപാടി. ബസ് സ്റ്റേഷൻ ഏറ്റവും ക്ലീനായി സൂക്ഷിക്കുകയാണെന്ന്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ സുഖകരമായ യാത്ര നമുക്ക് ഈ മന്ത്രിയിൽ നിന്നും വൈകാതെ പ്രതീക്ഷിക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഇന്ത്യൻ റെയിൽവേ ഏറ്റവും മികച്ച യാത്ര ഒരുക്കിയത് വന്ദേ ഭാരതിലൂടെയാണ്. ഭക്ഷണം, ഏറ്റവും നല്ല കംഫർട്ടബിൾ ജേണി. ഞാനൊക്കെ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ വന്ദേ ഭാരതിലേ പോകാറുള്ളൂ. അല്ല, വിശ്രമ കേന്ദ്രങ്ങളുണ്ടാക്കി. ഇപ്പോൾ ഒരു ഉദാഹരണം, കോഴിക്കോട് എയർ കണ്ടീഷൻ ഫാമിലി ലേഡീസ് വെയിറ്റിംഗ് റൂം ഉണ്ടാക്കി. ഭയങ്കര കളക്ഷനാണ്. ഈ ഒരു ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്ത 6 മാസത്തിനുള്ളിൽ വെറും 30 രൂപ 20 രൂപയാണ് വാങ്ങിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ആ വെയിറ്റിംഗ് റൂമിൽ നിന്ന് മാത്രം KSRTC-യുടെ കളക്ഷൻ കിട്ടിയെന്ന് പറയുന്നത്. ഞങ്ങൾ ആലോചിക്കുന്നു, 10 ലക്ഷം രൂപ കടന്നിരിക്കുന്നു 6 മാസം കൊണ്ട്. വെറും 20 രൂപ വെച്ചാണ് വാങ്ങുന്നത്. പക്ഷേ എല്ലാ ദിവസവും 100, 200, 300 യാത്രക്കാരത് ഉപയോഗിക്കുമെന്ന് അറിയുമ്പോൾ എൻ്റെ മന്ത്രിയാവുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് കണ്ണാടി കൂട് പോലെ ഒരു സാധനം. അവിടെ ഫാമിലിയും കുട്ടികളും സ്ത്രീകളും സേഫായിരിക്കും.
ബസ് വരുന്ന കാണുകയും ചെയ്യാം. AC ആയിരിക്കും വേണം. ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഞാൻ KSRTC പണമില്ലാത്തതുകൊണ്ട് ഒരു കമ്പനിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് അങ്ങ് ചെയ്യിച്ചു. അപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. കാരണം അത് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ യാത്രക്കാർക്കാണ് അതിൻ്റെ സൗകര്യം ലഭിക്കുന്നത്. സമയം അതിക്രമിച്ചു. ഏറ്റവും മികച്ച സെഷനായിരുന്നു. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു വെരി മച്ച്. നന്ദി ശ്രീ KB ഗണേഷ് കുമാർ. എല്ലാവർക്കും നന്ദി, സന്തോഷം. നന്ദി ശ്രീ KB ഗണേഷ് കുമാർ. നന്ദി ശ്രീ ദീപക് ധർമ്മടം.